നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഭരണ തുടർച്ചയ്ക്ക് ഇക്കുറി മലപ്പുറത്ത് നിന്നും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി മലപ്പുറം പൂക്കോട്ടുംപാടത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ഭരണ തുടർച്ചയ്ക്ക് എന്നും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞ പോലെ ഈ മണ്ഡലം ഏറനാടിൻ്റെ അനശ്വരനായ രക്തസാക്ഷി കുഞ്ഞാലിയുടെ ഓർമ്മ പേറുന്ന മണ്ഡലമാണ്. കുഞ്ഞാലിയുടെ ഘാതകന്മാരുടെ പിന്മുറക്കാരോട് പകരം ചോദിക്കാൻ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വെമ്പുകയാണ്. പിന്നെ അതിന് പുറമെ 5-6 സീറ്റുകൾ വരെ മലപ്പുറത്ത് നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ മണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ ജില്ലയിൽ പ്രവർത്തനം. മലപ്പുറത്ത് കോൺഗ്രസിൽ മാത്രമല്ല മുസ്ലിം ലീഗിലും വലിയ പൊട്ടിത്തെറിയുണ്ട്. വനിതാ ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി നൂർബിന റഷീദിന്റെ രാജി ഇതിന് തെളിവാണ്. അഭിപ്രായം പറയുന്നില്ലെങ്കിലും മലപ്പുറത്തും സംസ്ഥാനത്തും ലീഗിൽ അസംതൃപ്തരുടെ എണ്ണം കൂടുകയാണെന്നും മലപ്പുറത്ത് നിന്ന് 5 മുതൽ 6 MLAമാർ വരെ ഇക്കുറി ഉണ്ടാകുമെന്നും ഭരണ തുടർച്ചയ്ക്ക് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേതാക്കളടക്കം രാജിവെക്കുന്ന ഒരു സാഹചര്യം മുസ്ലിം ലീഗിൽ മുമ്പെങ്ങും കാണാത്തതുപോലുള്ള രാഷ്ട്രീയ രൂപപ്പെടുന്നുണ്ടോ? നൂർബിന റഷീദ് മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി മഹിളകളുടെ ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അവരവരുടെ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ പരസ്യമായി പ്രകടിപ്പിക്കാൻ വൈമനസ്യമുള്ളവരും അതിൻ്റെ അവസരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുമായ ഒരുപാട് പേരുണ്ട്. മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും മുസ്ലിം ലീഗിൽ കോൺഗ്രസിലെന്ന പോലെ പ്രതിഷേധവും അമർഷവും നീറിപ്പോവുകയാണ്. അത് തുറന്നുള്ള നാളുകളിൽ കൂടുതൽ പുറത്തു വരും എന്നാണ്. വനിതകൾക്ക് സീറ്റ് കൊടുക്കുന്നില്ല, പക്ഷേ വനിതാ മുഖ്യമന്ത്രി വേണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് ചിലർ കാർട്ടൂണുകളിലൂടെ പ്രതികരിക്കുകയുണ്ടായി. ഈ മുഖ്യമന്ത്രി സ്ഥാനവും എന്ന മട്ടിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ UDFലും കോൺഗ്രസിലും തമ്മിൽ തല്ല് നടക്കുന്നത്. അപ്പോൾ തൽക്കാലം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് കേരളത്തിലൊരു വനിത ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. എങ്ങനെ അതെ, കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുന്ന ശക്തമായ അന്തരീക്ഷമാണ്. കേരളത്തിൽ ഈ 10 വർഷം കേരളത്തിൽ നടന്ന കാര്യങ്ങൾ വോട്ടർമാർക്ക് ഒന്ന് ചുറ്റിലും കണ്ണുതിരിച്ച് നോക്കിയാൽ മതി, അവർ കാണാൻ കഴിയും. സ്കൂളുകൾ, ആശുപത്രികൾ, കുണ്ടും കുഴിയുമില്ലാത്ത റോഡുകൾ, പുതിയ പാലങ്ങൾ, 10,000 പേര് താമസിക്കുന്ന ഒരു ചെറിയ ദ്വീപിന് വേണ്ടി അരൂരിൽ നിർമ്മിച്ച കായലിലെ ഏറ്റവും ദീർഘമേറിയ പാലം, അതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഓർക്കുന്ന ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. LDFന് അനുകൂലമായി വീണ്ടും വോട്ട് ചെയ്യാം. ഭയമാണോ പേരാമ്പ്രയെ കുറിച്ച് TP രാമകൃഷ്ണൻ വിശദീകരിച്ചു. അത്തരത്തിൽ തെറ്റായ തരത്തിലുള്ള ഒരു പ്രവർത്തനവും പ്രചരണവും TP രാമകൃഷ്ണൻ ഉണ്ടായിട്ടില്ല. അവിടെ എന്തെങ്കിലും തെറ്റായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും എന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ, മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.